അത് പരിശുദ്ധ ഖുർആൻ മുഴുവനും പഠിക്കാത്ത ആളുകൾ ലോകത്തില്ലാത്ത ഒരവസ്ഥ ആ ഖുർആനിന്റെ അവതരണ ശേഷം ഉണ്ടായിട്ടില്ല. അല്ലാഹു അക്ബർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അന്നുമുണ്ട് ഇന്നുമുണ്ട്. ആ എണ്ണം കൂടുന്നേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദായിൽ പ്രസംഗിക്കുമ്പോൾ പ്രവാചകന്റെ മുന്നിൽ 1,00,000 ചില്ലാനം സഹാബികളാണ്. പക്ഷെ ഇന്ന് 2 ബില്യണിലധികം മുസ്ലിങ്ങളാണുള്ളത്. മുസ്ലിങ്ങളുടെ എണ്ണം കൂടുന്തോറും പരിശുദ്ധ ഖുർആൻ പഠിച്ച ഹാഫിദുകളുടെ എണ്ണം കൂടാൻ. ഇനി ഒരു 10 വർഷം പിറകിലേക്ക് നോക്കുക. നമ്മുടെ നാട്ടിൽ എത്ര ഹിഫ്ദ് സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഓരോ നാട്ടിലും മുക്കിലും മൂലയിലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പഠിക്കാനുള്ള ഹിഫ്ദ് സ്ഥാപനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കാണ്. ആളുകൾ അതൊരു ഒരു ഫഖ്റായി ഏറ്റെടുക്കാണ്. ആളുകളുടെ അഭിമാന നല്ല അടയാളാണത്. ഹിഫ്ദ് സ്ഥാപനങ്ങൾ ഇതൊക്കെ അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ ഇടപെടലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിന്റെ ഹഫദത്തിന് വേണ്ടി, ഈ പരിശുദ്ധ ഖുർആനിന്റെ നിലനിൽപ്പിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ ഒരു രീതിയാണ്, രീതിശാസ്ത്രമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഹഫദത്തിന്റെ ഭാഗമാകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ്. ഈ കൂട്ടത്തിൽ ഫാത്തിഹ അറിയാത്ത ആരുമില്ലല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇഖ്ലാസ് അറിയാത്ത ആരുമില്ലല്ലോ, ഫലക്ക് അറിയാത്ത ആരുമില്ലല്ലോ, നാസ് അറിയാത്ത ആരുമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ആ ഹഫദത്തിന്റെ ഭാഗമാണ്. ഇനിയിപ്പോ AI സംവിധാനങ്ങൾ ഇപ്പോ ഡോക്ടർ സുൽഫിക്കർ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ കൂടിയിട്ടൊരു ഒരു ഖുർആൻ പഠിക്കാനുള്ള ഒരു വിപുലമായ AI സംവിധാനങ്ങൾ തുടങ്ങാൻ, വളരെ ബൃഹത്തായ. അപ്പൊ AI ഉപയോഗിച്ചും സാങ്കേതികതകൾ ഉപയോഗിച്ചുമെല്ലാം ആളുകൾ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും അത് പഠിപ്പിക്കാനും വേണ്ടിയുള്ള പരിശ്രമങ്ങളും അതിനു വേണ്ടിയുള്ള പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ പുലരുന്നത് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. നാമാണ് ഈ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ ഇതിനെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് യഥാർത്ഥത്തിൽ അവരെ സഹോദരങ്ങളെ പുലർന്നുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടത്തിലുള്ള മനുഷ്യരോട് എങ്ങനെയാണ് ഖുർആൻ സംസാരിച്ചത്, ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യരോട് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതമാണത്, ഭയങ്കര അത്ഭുതമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലഘട്ടം എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടാണ്. ശാസ്ത്രമോ സാങ്കേതിക വിദ്യയോ ഒന്നും വികസിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടം. പക്ഷെ അന്നത്തെ ആളുകൾക്ക് ഉണ്ടായിരുന്നൊരു സംഗതി ഉണ്ടായിരുന്നു. അന്നത്തെ ആളുകൾക്ക് വളരെ പാഷനായിട്ടുണ്ടായിരുന്ന, അന്നത്തെ ആളുകൾ വളരെ സ്നേഹിച്ചിരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. കവിതകളാണ്. ഇന്നും അറബി കോളേജുകളിൽ ഇമ്രുൽ കൈസിന്റെ ഒക്കെ കവിതകൾ പഠിപ്പിക്കുന്നുണ്ട്. അറബി ഭാഷ നന്നായി പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇമ്രുൽ കൈസിന്റെ കവിതകൾ പഠിക്കണം എന്ന ഒരു ചിന്ത അടുത്ത കാലം വരെ ആളുകൾക്ക് ഉണ്ടായിരുന്നു. അറബിയിലെ പഴയ കവിതകൾ, മുഅല്ലഖാത്തുകളുണ്ട്. ഈ കാബയുടെ പുറത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കി വെക്കുന്ന ആ ഏറ്റവും നല്ല കവിതകൾ, ആ കവിതകളൊക്കെ യഥാർത്ഥത്തിൽ അവർക്ക് സാഹിത്യത്തോടുള്ള, കവിതകളോടുള്ള, ആ എഴുത്തുകളോടുള്ള സ്നേഹമാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ വന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മക്കക്കാരുടെ ഫഖറിന്റെ, അവരുടെ അഭിമാനത്തിന്റെ നെറുകന്തലേക്ക് ഒറ്റടിയാണ് കൊടുക്കുന്നത്. അതായത് ഉമർ റളിയല്ലാഹു അൻഹു അടക്കം കവിതയെ സ്നേഹിക്കുന്ന ആളായിരുന്നു. ഈ ഖുർആനാണെങ്കിൽ ആ ആളുകൾക്ക് വളരെ വെറുപ്പും ദേഷ്യമുള്ള സംഗതിയാണ്. ഈ പരിശുദ്ധ ഖുർആൻ ആദ്യം വന്നിട്ട് ചെയ്യുന്നത് വെല്ലുവിളിക്കാണ്. ഈ പറയുന്ന കവികളെ മുഴുവൻ, ഈ പറയുന്ന സാഹിത്യ സാമ്രാട്ടുകളെ മുഴുവൻ വെല്ലുവിളിക്കാണ് പരിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. എത്ര, 1-2 3 വ്യക്തമായ വെല്ലുവിളികളും, ആ വെല്ലുവിളികൾ ഒരിക്കലും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ കഴിയുകയില്ല എന്ന അള്ളാഹുവിന്റെ തീർപ്പും പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. സുബ്ഹാനല്ലാഹ്. ആദ്യം ഖുർആൻ പറഞ്ഞത് ഖുൽ ഇൻ ജിതമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ദഹീറ. ജിന്നും മനുഷ്യനും മുഴുവനും ഒരുമിച്ച് കൂടിയാലും ഈ ഖുർആൻ പോലൊന്നും കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല. അം യഖൂലൂന ഇഫ്തറഹു ഖുൽ ഫഅതു ബിഅശ്രി സുവരി മിസ്ലിഹി മുഫ്തറയാത്തിൻ വദഉ മൻ ഇസ്തതഅതും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഈ ഖുർആൻ കെട്ടിച്ചമച്ചതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതിന് സമാനമായ 10 അധ്യായം കൊണ്ടുവന്നിട്ട് ഇത് കെട്ടിച്ചമച്ചതാണെന്ന് നിങ്ങൾ തെളിയിക്ക്. വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദഉ ശുഹദാഅക്കും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. ഇനി നിങ്ങൾ ഖുർആൻ മുഴുവനും കൊണ്ടുവരണ്ട, ഖുർആനിലുള്ള 10 എണ്ണവും കൊണ്ടുവരണ്ട. ഖുർആനിലുള്ളതിന് സമാനമായ ഒരൊറ്റ വരിയുള്ള ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്ന് പറയുന്ന അധ്യായത്തിന് സമാനമായ ഒരു അധ്യായം എടുത്തുകൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ കൂട്ടരെ എന്ന് പരിശുദ്ധ ഖുർആൻ വെല്ലുവിളിക്കാൻ. എന്നിട്ട് ഖുർആൻ പറയണം ഫഇൻ ലം തഫ്അലു, നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ വലൻ തഫ്അലു, നിങ്ങളത് ചെയ്യാനും പോകുന്നില്ല, ഫത്തഖുന്നാർ, നരകത്തെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള ആളുകൾ, പ്രിയപ്പെട്ടവരെ, കുറച്ചൊരു തവാദു, കുറച്ചൊരു വിനയുള്ള ആളുകളൊക്കെ പരിശുദ്ധ ഖുർആനിന്റെ ഈ സത്യം മനസ്സിലാക്കി അവർ താഴ്മയോടുകൂടി ഖുർആനിലേക്ക് ഒഴുകി വരാൻ തുടങ്ങിക്കഴിഞ്ഞു.
അവർ പരിശുദ്ധ ഖുർആനിലേക്ക് ആകൃഷ്ടരാവാൻ തുടങ്ങിക്കഴിഞ്ഞു. മനസ്സിൽ അല്പമെങ്കിലും ഒരു 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 ധാർമ്മികതയും ഒരു മനുഷ്യത്വമുള്ള ആളുകളൊക്കെ പരിശുദ്ധ ഖുർആന്റെ ആകർഷണ വലയത്തിൽ പെട്ടിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. ഉമർ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിക്കുന്നത് സൂറത്തു താഹ കേട്ടിട്ട് മാത്രമല്ല. ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലേക്ക് പരിശുദ്ധ ഖുർആൻ സ്വാധീനം ചെലുത്താൻ തുടങ്ങി. അതിന് മുന്നേ, മാസങ്ങൾക്ക് മുന്നേ സ്വാധീനം ചെലുത്താൻ തുടങ്ങിയിരുന്നു. ഉമർ റളിയല്ലാഹു ആദ്യമായി പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുന്നത് കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ചാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് നേരിട്ടാണ് ഉമർ റളിയല്ലാഹു പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുന്നത്. ആ വചനങ്ങൾ കേൾക്കുന്നത് സൂറത്തുൽ ഹാഖയാണ്. അൽ ഹാഖത്തു വൽ ഹാഖ വമാ അദ്റാക മൽ ഹാഖ എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആന്റെ ആ അധ്യായമാണ് ഉമർ റളിയല്ലാഹു കേൾക്കുന്നത്. അങ്ങനെ ഈ വചനങ്ങൾ ഇങ്ങനെ കേട്ടിട്ട്, ഒരുപാട് കവിതകൾ കേട്ട് പരിചയമുള്ള മനുഷ്യൻ, ഒരുപാട് സാഹിത്യങ്ങൾ കേട്ടിട്ട് പരിചയമുള്ള മനുഷ്യൻ, പക്ഷെ അതുപോലുള്ളത് അതിന്റെ മുമ്പ് കേട്ടിട്ടില്ല. ഖുർആൻ പോലെ, ഖുർആനിന് സമാനമായ അത്രയും വിദഗ്ധമായ പദ്യമാണോ അല്ല, എന്നാൽ ഗദ്യമാണോ അതുമല്ല, പദ്യത്തിന്റെയും ഗദ്യത്തിന്റെയും ഇടയിലുള്ള ഒരു മാസ്മരികമായ അനിർവചനീയമായ ഒരു കൃതി അല്ലെങ്കിൽ ഒരു രചന അല്ലെങ്കിൽ ഒരു സൃഷ്ടി, അതാണ് ഉമർ റളിയല്ലാഹു കേൾക്കാൻ സാധിച്ചത്. ഇതിങ്ങനെ കേട്ടിട്ട് ഉമർ റളിയല്ലാഹു മനസ്സിൽ അത്ഭുതപ്പെട്ടു പോയി എന്നാണ്. പടച്ചോനെ, ഇതെന്തൊരു അത്ഭുതം, ഇതെന്തൊരു അത്ഭുതം, എത്ര നല്ല കവിതയാണിത്. സംഗതി ഇയാൾ ഖുറൈശികൾക്കിടയിൽ ഭിന്നിപ്പും പ്രശ്നവും സംഘടനകളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം നല്ലൊരു കവിയാണ്. ഈ കവിതയെ കവച്ചു വെക്കാനുള്ള കവിത ഇവിടെ രചിക്കപ്പെട്ടിട്ടേ ഇല്ല എന്ന് ഉമർ റളിയല്ലാഹു മനസ്സിലിങ്ങനെ ആലോചിച്ചപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ആയത്ത്, ആ ആലോചന നടക്കലും പ്രവാചകൻ ഓതി എത്തുന്നത് വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂന എന്ന ആയത്തിലാണ്. എന്താണ് അതിന്റെ അർത്ഥം? ഇദ്ദേഹം ഒരു കവിയൊന്നുമല്ല, നിങ്ങൾ കുറച്ചാളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇതാ ഖുർആൻ ഹൃദയങ്ങളോട് സംവദിക്കും, ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഉമർ റളിയല്ലാഹുവിന്റെ ഈ ഖുർആൻ കേൾവി. വമാ ഹുവ ബിഖൗലി ശാഇർ, ഇയാൾ കവിയൊന്നുമല്ല, ഇയാൾ പറയുന്നത് കവിതയുമല്ല. ഖലീലൻ മാ തുഅ്മിനൂൻ, കുറച്ചാളുകൾക്ക്, നിങ്ങളിൽ കുറച്ചാളുകൾ മാത്രമേ വിശ്വസിച്ചിട്ടുള്ളൂ. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു ഉറപ്പിച്ചു, ഇയാൾ കവിയല്ല, പക്ഷെ ഇയാൾക്ക് ഭാവി പ്രവചിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, വികാരങ്ങൾ പറയാൻ കഴിയുന്ന ഒരു ജ്യോത്സ്യനോ കൈനോട്ടക്കാരനോ മറ്റോ ആണോ ഇയാൾ? ഇയാൾക്ക് ഉള്ളു പറയാൻ കഴിയുന്ന ഒരു കാഹിനാണോ ഇയാൾ എന്ന് ഉമർ റളിയല്ലാഹു ആലോചിച്ചെടുക്കുമ്പോൾ അടുത്തായത് വമാ ഹുവ ബിഖൗലി കാഹിനിൻ ഖലീലൻ മാ തദക്കറൂൻ, ഇയാളൊരു ജ്യോത്സ്യനോ കൈനോട്ടക്കാരനോ ഒന്നുമല്ല, നിങ്ങളിൽ കുറച്ചാളുകൾ മാത്രമല്ലേ ചിന്തിക്കുക ആലോചിക്കുകയും ചെയ്യുന്നുള്ളൂ എന്ന്. അപ്പൊ ഉമർ റളിയല്ലാഹു ചിന്തിച്ചു, ഇതെന്താണ്? പിന്നെ ഇതെന്താണ്? ഇദ്ദേഹം ഒരു കവിയല്ല, ഇദ്ദേഹം ഒരു ജ്യോത്സ്യനുമല്ല, കൈനോട്ടക്കാരനല്ല, ഒന്നുമല്ല, പിന്നെ ഇതെന്താണ്? അടുത്ത ആയത്ത് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്, അള്ളാഹുവിന്റെ വാക്കുകളാണ് ഇത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ചെവിയിലേക്ക് അടുത്ത ആയത്ത് പതിയാണ്. അപ്പൊ അദ്ദേഹം ചിന്തിക്കാണ്, ഇത് ലോകരക്ഷിതാവിൻ്റെതാണോ? ഇത് മുഹമ്മദിന്റെതല്ലേ? ഇത് പ്രവാചകന്റെതല്ലേ? ഇത് ലോകരക്ഷിതാവിൻ്റെതാണോ എന്ന് വർത്താനം ഹൃദയം പറയാൻ തുടങ്ങുമ്പോ അടുത്ത ആയത്ത് പറയാൻ വലൗ തഖബ്ബല അലൈനാ ബഅദൽ ലഖാവിൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ ثم لقطعنا منه الوتين. ഒരൊറ്റ വാക്ക്, ഈ പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ വാക്ക് എന്റെ ബോധനത്തിലൂടെയല്ലാതെ, എന്റെ വഹയിലൂടെയല്ലാതെ മുഹമ്മദ് പറഞ്ഞിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തെ ഞാൻ വലതുകൊണ്ട് പിടിക്കുമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി ഞാൻ അങ്ങോട്ട് മുറിച്ചു കളയുമായിരുന്നു എന്നതാണ് അടുത്തവൻ. ഇതുകൂടി കേട്ടപ്പോ ഉമർ റളിയല്ലാഹു, നോക്ക് നിങ്ങൾ, ഉമർ റളിയല്ലാഹു ഒന്ന് ചിന്തിക്കുക, അതിന്റെ മറുപടി ഖുർആൻ പറയാ. അടുത്ത ചിന്ത ചിന്തിക്കുക, അതിന്റെ മറുപടി ഖുർആൻ പറയാ. അതിന്റെ അപ്പുറത്ത് ചിന്തിക്കുക, അതിന്റെ മറുപടി ഖുർആൻ പറയാ. കോൺവെർസേഷനാണ്. കാരണം പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമിന്റെ മുഅ്ജിസത്താണ്. നമ്മുടെ സിറ്റുവേഷൻ എന്താവട്ടെ, നമ്മുടെ സാഹചര്യം എന്താവട്ടെ, ആ സാഹചര്യം, ലോകത്ത് 800 കോടിയിലധികം മനുഷ്യന്മാരുണ്ട്. ഈ 800 കോടിയിലധികം മനുഷ്യന്മാരിൽ ഓരോരുത്തർക്കും ഓരോ ടെൻഷനാണ്, ഓരോരുത്തർക്കും ഓരോ പ്രശ്നമാണ്, ഓരോ വേദനകളാണ്, ഓരോ ചിന്തകളാണ്. എന്നാൽ ഈ 800 കോടി മനുഷ്യന്മാരുടെയും ചിന്തകളിലും സാഹചര്യങ്ങളിലും വെച്ച് അവരെ സമാധാനിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും അവരെ പേടിപ്പെടുത്താനും അവർക്ക് മുന്നറിയിപ്പ് നൽകാനും പരിശുദ്ധ ഖുർആന് സാധിക്കുമെന്നതാണ് പരിശുദ്ധ ഖുർആന്റെ മുഅ്ജിസത്ത്.
അവരുടെ ഹൃദയങ്ങളോട് സംസാരിക്കാൻ പരിശുദ്ധ ഖുർആന് സാധിക്കുമെന്നതാണ് പരിശുദ്ധ ഖുർആന്റെ അത്ഭുതം. അതാണ് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് കണ്ടത്. ഈ ഒരു ചിന്ത, ഈ ഒരു ഖുർആന്റെ വചനങ്ങൾ കേട്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തറിയോ? ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സ് ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞത്, ശരിയാണ്, ഇതെന്തോ സിഹ്റാണ്, ഇതെന്തോ മാരണമാണ്. ഞാൻ ഈ ഖുർആൻ അധികം കേട്ടിരുന്നു പോയാൽ ഞാനിത് വഴിപ്പെട്ടു പോവും, ഞാൻ ഇതിന് വീണു പോവും, മയങ്ങിപ്പോവും. അബൂജഹലൊക്കെ പറയുന്നത് എത്ര സത്യമാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് തടിയെടുക്കുകയാണ്, ഓടിക്കളയാൻ. പക്ഷേ ആ വചനങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ ഹൃദയത്തെ കീഴടക്കി കളഞ്ഞിട്ടുണ്ട്. പക്ഷേ വർഷങ്ങളായി നിലനിൽക്കുന്ന ഇരുട്ട് അത്ര പെട്ടെന്ന് കീഴടങ്ങൂലല്ലോ. പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ ഈ വെളിച്ചവും ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലുണ്ടായ ഉണ്ടായിരുന്ന ഈ അന്ധകാരവും തമ്മിൽ സംഘട്ടനം തുടങ്ങി. ഇതങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഒരു സാഹചര്യത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ത്വാഹ കേൾപ്പിച്ചു കൊടുക്കുന്നത്. അദ്ദേഹം ഭയങ്കര പ്രയാസത്തിലാണ്. ഇത്രയും കാലം ജീവിച്ച വിശ്വാസം, ഇത്രയും കാലം കൊണ്ടു നടന്ന ഒരു വിശ്വാസം, ആ വിശ്വാസത്തെ ഞാൻ എങ്ങനെ വലിച്ചെറിയും? പക്ഷെ ഇതെങ്ങനെയാണ് സ്വീകരിക്കാതിരിക്കുക? എന്തൊരു അത്ഭുതമുള്ള സംഗതിയാണ്. ഈ സംഘട്ടനത്തിനിടയിലാണ് പരിശുദ്ധ ഖുർആൻ വീണ്ടും ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലോട് സംസാരിക്കുന്നത്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, വേദനിക്കാൻ വേണ്ടിയിട്ടല്ല ഈ പരിശുദ്ധ ഖുർആന്റെ അവതീർണം ഉണ്ടാകുന്നത്. നോക്ക് എത്ര കൃത്യമായിട്ടാണ് ആ മനുഷ്യന്റെ മനസ്സിനോട് ഖുർആൻ സംസാരിക്കുന്നത്. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, വേദനിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഖുർആൻ അവതരിപ്പിച്ചത്. ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ, പേടിക്കുന്ന ആളുകൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പരിശുദ്ധ ഖുർആന്റെ അവതീർണം ഉണ്ടാകുന്നത്. തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ, ആകാശങ്ങളെയും ഉയർന്ന ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച് സംവിധാനിച്ച് പരിപാലിക്കുന്ന ലോകരക്ഷിതാവിന്റെ അവതരണമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ഇരുട്ട് അവസാനിച്ചു. ആ ഉമർ റളിയല്ലാഹുവിന്റെ മനസ്സിലുണ്ടായിരുന്ന പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ വെളിച്ചം പൂർണ്ണമായും പടർന്നു പിടിച്ചു. അർക്കമിന്റെ വീട്ടിലേക്ക് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ മനുഷ്യ മനസ്സുകളോട് സംസാരിക്കുക. അതേത് ആയത്താണ്, ഏത് രീതിയിലാണ് സംസാരിക്കുക എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഖുർആൻ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും. അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിൽ ഒരു പട്ടാള ക്യാമ്പിന് കാവൽ നിർത്താണ്. അങ്ങനെ അവർ രണ്ടുപേരും ചർച്ച ചെയ്തിട്ട് അബ്ബാദ് അമ്മാറിനോട് പറഞ്ഞു, നീ ഉറങ്ങിക്കോ, ഞാൻ നിന്നോളാം, ഞാൻ ഈ സമയത്ത് നിസ്കരിക്കുന്ന ആളാണ്, എനിക്ക് ദീർഘനേരം ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ നിസ്കരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് നീ ഉറങ്ങിക്കോ, ഇന്ന് ഞാൻ നിന്നോളാം എന്ന് പറഞ്ഞ് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ആ പട്ടാള ക്യാമ്പിന്റെ പുറത്തുനിന്ന് നിസ്കാരം തുടങ്ങാണ്. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ദൂരത്തുനിന്ന് ശത്രു ഒരാൾ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ കാണാൻ അയാൾ അമ്പ് ചെയ്തു. ആ അമ്പ് ശരീരത്തിൽ തറച്ചു. ആ അമ്പ് ശരീരത്തിൽ തറച്ച സമയത്ത് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ തുടങ്ങിയിരുന്നു. അദ്ദേഹം നിർത്തിയില്ല. രണ്ടാമതും അമ്പ് ചെയ്തു, അതും ശരീരത്തിലേക്ക് തറച്ചു, പക്ഷെ അദ്ദേഹം നിർത്താൻ തയ്യാറായില്ല. മൂന്നാമതും അമ്പ് ചെയ്തു. ആ 3 അമ്പുകൾ ഉണ്ടാക്കിയ മാരകമായ പരിക്ക് ശരീരത്തിൽ വെച്ചുകൊണ്ട് തന്നെ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു ആ സൂറത്തുൽ കഹ്ഫ് മുഴുവനും പാരായണം ചെയ്തു. നമ്മൾക്ക് ഇന്ന് ഓതിയിട്ടുണ്ടാവുമല്ലോ, ഖുലിന്നമാന ബശറും മിസ്ലുക്കും യുഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് എന്ന ആയത്ത് വരെ മുഴുവനും പാരായണം ചെയ്ത് നിസ്കാരം തീർത്ത് അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു അമ്മാറിനെ വിളിക്കുമ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു കാണുന്നത് അബ്ബാദ് ബിൻ ബിശ്ർ മുഴുവൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല അബ്ബാദ്, ഒരു ശബ്ദമെങ്കിലും ഉണ്ടാക്കിക്കൂടായിരുന്നോ? ഒന്നെന്നെ വിളിച്ചൂടായിരുന്നോ? സുന്നത്ത് നിസ്കാരല്ലേ, നിസ്കാരം അവസാനിപ്പിച്ചൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ അബ്ബാദ് ബിൻ ബിശ്ർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ കഹ്ഫ് എന്റെ ഹൃദയത്തെ വല്ലാതെ അങ്ങോട്ട് കീഴടക്കി. ആ ഒരു സുഖവും അനുഭൂതിയും അത് ഒഴിവാക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. വേണം നേരിച്ച് ചെയ്തതല്ല, പക്ഷെ അമ്പ് തറച്ചു കയറിയിട്ട് പോലും, ആ അമ്പ് ശരീരത്തിലേക്ക് തുളച്ചു കയറിയിട്ട് പോലും പരിശുദ്ധ ഖുർആൻ നൽകുന്ന ആ ആസ്വാദനത്തെ ഒഴിവാക്കാൻ അബ്ബാദ് റളിയല്ലാഹു അൻഹുവിന് മനസ്സ് വന്നില്ല എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എക്സാജറേഷൻ അല്ലേ, ഇതൊക്കെ ഒരു അതിശയോക്തിയല്ലേ? അല്ല,
ഖുർആനുമായി ബന്ധമുള്ള, ഖുർആനുമായി അഭേദ്യ ബന്ധമുള്ള ആളുകൾക്ക് ഇതിന്റെ ചെറിയ രീതിയിലുള്ള അനുഭവങ്ങളെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ചില സമയത്ത് ഖുർആനിന്റെ നമ്മുടെ മനസ്സിനെ കീഴടക്കാൻ ചില വചനങ്ങൾ മനസ്സിനെ കീഴടക്കി കളയും. ഇപ്പൊ സൂറത്ത് യൂസുഫൊക്കെ ഓതുന്ന സമയത്ത് ചിലപ്പോൾ നല്ല കാര്യമാണെങ്കിൽ, നല്ല പാരായണാണെങ്കിൽ നമുക്ക് ആ സൂറത്തിന്റെ മുഴുവൻ അർത്ഥം അറിയെങ്കിലുണ്ടല്ലോ ഒരു ബ്ലിസ്ഫുൾ ഫീലിംഗ് ആണ്. ആ കഥ ഇങ്ങനെ കേട്ടുപോവാൻ, ആ ചരിത്രം ഇങ്ങനെ കേട്ടുപോവാൻ നമുക്ക് വേറൊരു ഡിസ്ട്രാക്ഷനും വരൂല. നിസ്കാരം തീരുന്നത് അറിയില്ല. നല്ല ഖിറാഅത്ത്, അതേസമയം നമുക്ക് ആ പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും കൂടി അറിയാന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ അതിൽ ലയിച്ചു പോകും. തറാവീഹ് ചിലപ്പോൾ റമദാനിലൊക്കെ ആണെങ്കിൽ തറാവീഹ് നിസ്കാരം തീരുന്നത്, അവസാനിക്കുന്നത് നമ്മൾ അറിയാതെ പോകും. തീർന്നു കഴിഞ്ഞാൽ പടച്ചോനെ പെട്ടെന്ന് തീർന്നല്ലോ എന്ന് ചിന്തിച്ചു പോകും. പലപ്പോഴും നിസ്കാരത്തെ കുറച്ചുകൂടി ഓതിയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും. അതിനെന്ത് വേണം? ഒന്ന് നല്ല കാര്യമാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഈണത്തിൽ ഖുർആൻ ഓതണമെന്ന്, അങ്ങനെ ഓതാൻ പറ്റുന്ന ആളാവണം. രണ്ട്, ഈ ഖുർആൻ പറയുന്നത് എന്താ നമുക്ക് തിരിയണം. ഈ ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാവണം. ഇത് രണ്ടും കൂടി ഒത്തുവന്നാൽ പരിശുദ്ധ ഖുർആൻ വളരെ സുന്ദരമായി ആസ്വദിക്കാൻ നമുക്ക് സാധിക്കും. ഇപ്പോ റമദാനിലൊക്കെ ഒരു ദിവസം 10 ജുസ് ഓതുന്ന ആളുകളുണ്ട്, ഒരു ദിവസം 15 ജുസ് ഓതുന്ന ആളുകളുണ്ട്, ഒരു ദിവസം 20 ജുസുവിന്റെ അടുത്ത് ഓതുന്ന ആളുകളെ എനിക്ക് പേഴ്സണലി അറിയാം. 3 ദിവസത്തിൽ കുറഞ്ഞ് പരിശുദ്ധ ഖുർആൻ ഓതി തീർക്കാൻ പാടില്ല എന്ന കൗലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അത് പറ്റുമെന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. 2 ദിവസം കൊണ്ടൊക്കെ, ഒരു ദിവസം 24 മണിക്കൂർ കൊണ്ട് ഖുർആൻ ഓതി തീർക്കുന്ന ആളുകളൊക്കെ റമദാനിലുണ്ട്. നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കില്ല, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്രയും സമയം ഇരിക്കാൻ കഴിയുന്നത്? അത് ഖുർആൻ ഉണ്ട്. ഖുർആൻ ചില സമയത്ത് മനസ്സിനെ അങ്ങനെ പിടിച്ചു വെക്കും. ഖുർആൻ ആ ഒരു ആസ്വാദനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിന് അവിടെ അങ്ങനെ ഒരു കാന്തിക ശക്തിയാണ്. നമ്മൾ പോലും അറിയില്ല സമയം പോകുന്നത്, നമ്മൾ പോലും അറിയില്ല മണിക്കൂറുകൾ നീങ്ങുന്നത്, പേജുകൾ ഇങ്ങനെ മറിഞ്ഞു പോകുന്നത് നമ്മൾ പോലും അറിയില്ല. അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, താബിഈങ്ങളിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഫുദൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം കൊള്ളക്കാരനാണ്. റോഡിലൂടെ പോകുന്ന, വഴിയിലൂടെ പോകുന്ന ആളുകളൊക്കെ കൊള്ളയടിച്ചിട്ടായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. പകല് മുഴുവൻ കൊള്ളയും രാത്രി മുഴുവൻ വ്യഭിചാരവുമാണ്. പകല് കൊള്ളയടിക്കും, രാത്രി ഏതെങ്കിലും വേശ്യയുടെ വീട്ടിൽ പോയി കിടന്നുറങ്ങും. ഇതാണ് ഫുദൈൽ ഇബ്നു ഇയാദിന്റെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം കൊള്ളയൊക്കെ കഴിഞ്ഞു, കൊള്ളിവെപ്പൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ഒരു വേശ്യയുടെ വീട്ടിലേക്ക് മതില് ചാടി കടക്കുന്ന സമയത്ത് അതിന്റെ തൊട്ട അയൽപക്കത്തുള്ള അയൽവാസി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാണ്. അദ്ദേഹം പാരായണം ചെയ്യുന്നത് അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ അള്ളാഹു അവതരിപ്പിച്ച ഈ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഹൃദയം മാറാനും പേടിക്കാനും ഭയപ്പെടാനും വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ എന്ന ആയത്ത് കേട്ടപ്പോ ഫുദൈൽ ഭയന്നു. ഫുദൈൽ പറഞ്ഞു, ഹാനൽ വഖ്ത്, സമയായി. ഇതെല്ലാം ഒറ്റായത്താണ്, ഒരേ ഒരായത്ത്. ആ അയൽവക്കക്കാരൻ തഹജ്ജുദ് നിസ്കരിക്കാൻ, ഇയാള് കൊള്ളയും കൊള്ളിവെപ്പൊക്കെ കഴിഞ്ഞിട്ട് വേഷ്യന്റെ അടുത്ത് വ്യഭിചരിക്കാൻ വന്നതാണ്. പക്ഷെ തൊട്ടടുത്തുള്ള അയൽവക്കക്കാരൻ അദ്ദേഹം തഹജ്ജുദ് നിസ്കരിക്കാണ്, സൂറത്തുൽ ഹദീദ് ഓടിയിട്ട്. ഈ ആയത്ത് ഇങ്ങോട്ട് കേട്ടപ്പോ ഫുദൈലിന്റെ സകല നിയന്ത്രണം വിട്ടു. ഫുദൈൽ മതില് തിരിച്ചു കടന്നു പോയി. അദ്ദേഹം തൗബ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ആ സമയത്ത് പോകുന്ന വഴിക്ക് ഒരു കച്ചവട സംഘം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് അദ്ദേഹം കേൾക്കാൻ. ചില ആളുകൾ പറഞ്ഞു, നമുക്ക് ഇന്ന് ഇവിടെ തങ്ങാം, നമുക്ക് യാത്ര തുടരണ്ട, ഇന്നിവിടെ തങ്ങാന്ന് പറഞ്ഞു. മറ്റേ ആൾ പറഞ്ഞു, വേണ്ട, നമുക്ക് സ്ഥലത്തെത്താം, നമുക്ക് യാത്ര തുടരാം. അപ്പൊ പോണ്ടാന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞു, ഇവിടുത്തെ പ്രശ്നം നിങ്ങൾക്ക് അറിയായിട്ടാണ്, ഫുദൈൽ അവിടെ കാത്തിക്കുന്നുണ്ടാവും, ഫുദൈലും കൂട്ടരും ഉണ്ടാവും, അവര് കൊള്ളയടിക്കും, ഒന്നും ഇവിടെ ബാക്കിയാവില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ തങ്ങാം എന്ന് പറയുന്നത് ഇതേ ഫുദൈൽ ഇബ്നു ഇയാദ് കേൾക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വല്ലാതെ വേദനിക്കാൻ. പിന്നീട് അദ്ദേഹം തൗബ ചെയ്യാണ്. തൗബ ചെയ്തിട്ട് പിന്നീട് അദ്ദേഹം ഇൽമിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാൻ പഠിക്കുകയാണ്. അദ്ദേഹം പഠിച്ച് പിന്നീട് ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് ഒരുപാട് ഇൽമു പകർന്നു കൊടുക്കുന്ന, ലോകത്തറിയപ്പെട്ട പല പണ്ഡിതന്മാരുടെയും മുഅല്ലിമായി, പല പണ്ഡിതന്മാരുടെയും അധ്യാപകനായി ഫുദൈൽ ഇബ്നു ഇയാദ് മാറി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു താബിയാണ്, അങ്ങനെ മാറി എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പറഞ്ഞത്. ഒരൊറ്റ ആയത്താണ്, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ. വിശ്വാസികൾക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയത്താൽ ഹൃദയം കിടിലം കൊള്ളാൻ സമയമായിട്ടുണ്ടെന്ന ഒരൊറ്റ ആയത്ത്, അത് ഹൃദയത്തിനോട് സംവദിച്ചു, ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ട് അദ്ദേഹം അത് കേട്ടു. പ്രിയപ്പെട്ടവരെ, അതേപോലെ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ, അദ്ദേഹം ഒരു താബിആൻ. അദ്ദേഹത്തെ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് വളരെയധികം അക്രമങ്ങൾ നടത്തിയ, കഅബാലയത്തിന്റെ പരിസരത്ത് സ്വഹാബികളെ പോലും കൊന്നിട്ടുണ്ട്. ഇയാൾ സ്വഹാബിമാരെ പോലും കൊല നടത്തിയിട്ടുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫ് വളരെ ക്രൂരനായ ഭരണാധികാരിയാണ്.
വളരെ ക്രൂരമായിട്ടാണ് സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത്. കാബാലയത്തിന് പോലും കേടുപാട് പറ്റുന്ന തരത്തിലുള്ള അക്രമങ്ങൾ ഹജ്ജാജ് നടത്തിയിട്ടുണ്ട്. ഈ ഹജ്ജാജ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ കള്ള ആരോപണങ്ങളും കള്ള കുറ്റാരോപണങ്ങളും നടത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാണ്. അങ്ങനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ന്യായാധിപന്മാരുടെ വിധി പ്രസ്താവനക്കും അതുപോലെ തന്നെ കൊലക്കയറും അടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഖിബ്ലക്ക് നേരെ തലയിൽ തിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കാൻ ആ സമയം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു റഹിമഹുല്ലാഹ് അദ്ദേഹം പാരായണം ചെയ്യാണ്, ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വല്ലർദ ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. ഞാനിതാ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച ലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നേരേക്ക് നിഷ്കളങ്കമായി കൊണ്ട് ഞാൻ എന്റെ മുഖത്തെ തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനല്ല. ഇത് കേട്ട ഹജ്ജാജ് അലറിക്കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന സഈദ് ഇബ്നു ജുബൈറിന്റെ മുഖം വേറെ ഒരു ഭാഗത്തേക്ക് തിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച സമയം സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു അടുത്തതായി ഓതാണ്, വലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബു ഫൈനമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ് ഇന്നല്ലാഹ വാസിഉൻ അലീം. അല്ലാഹുവിന്റേതാണ് കിഴക്കും പടിഞ്ഞാറുമെല്ലാം. ഫൈനമാ തുവല്ലു, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഫതമ്മ വജ്ഹുല്ലാഹ്, അല്ലാഹുവിന്റെ മുഖം നിങ്ങൾ അവിടെ കണ്ടെത്തും, അല്ലാഹുവിന്റെ മുഖത്തിന്റെ നേർക്കായിരിക്കും നിങ്ങൾ എന്ന ആയത്ത് ഈ പറയുന്ന സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യാൻ. ഇത് കേട്ട് ആകെ വിറളി കൊണ്ട് ഹജ്ജാജ് ഈ പറയുന്ന സഈദ് ഇബ്നു ജുബൈറിനെ താഴേക്ക് തള്ളിയിടാൻ, എന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖം ഭൂമിയിലേക്ക് കുത്തിപ്പിടിക്കാൻ ആ സമയം അദ്ദേഹം ഉറക്കെ പാരായണം ചെയ്യാണ്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. ഈ ഭൂമിയിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്, ഈ ഭൂമിയിലേക്ക് തന്നെയാണ് നിങ്ങളെ ഞാൻ മടക്കാനും പോകുന്നത്, ഈ ഭൂമിയിൽ നിന്ന് തന്നെയാണ് നാളെ നിങ്ങളെ ഞാൻ എഴുന്നേൽപ്പിക്കാനും പോകുന്നത് എന്ന സൂറത്തു താഹയിലെ വചനം കൂടി സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തപ്പോ ഹജ്ജാജ് അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തിന്റെ പാട്ടിന് പോവാണ്. കാരണം ഇത് കേട്ട ആളുകൾക്ക് മുഴുവൻ ഈ ആയത്തുകൾ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും അതിനെ ഗണ്ണിക്കുന്നത് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ ഹജ്ജാജിനെ ഗണ്ണിക്കുന്നത് പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടാണ്. എന്ത് ചെയ്താലും അദ്ദേഹത്തിന് പറയാനുള്ളത് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളാണ്. ആ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അവിടെയുള്ള ന്യായാധിപന്മാരെയും അവിടെയുള്ള സാധാരണക്കാരെയും ഹജ്ജാജിന്റെ മനസ്സിനെ പോലും അത് സ്വാധീനിച്ചു എന്നാണ് പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുന്നത്. അവരൊക്കെ ഖുർആൻ കൊണ്ട് ജീവിച്ചവരായിരുന്നു, ഖുർആൻ കൊണ്ട് സംസാരിച്ചവരായിരുന്നു. അത്താഴത്തിന്റെ സമയത്തിനെ കുറിച്ച് നമ്മൾ എന്താ പറയാറുള്ളത്? 50 ആയത്ത് ഓതാനുള്ള സമയം എന്നാണ് അത്താഴത്തിന്റെ സമയത്തെ കുറിച്ച് സ്വഹാബികൾ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ജീവിതത്തിന്റെ കാൽക്കുലേഷൻ മുഴുവൻ അങ്ങനെയായിരുന്നു. ഇത്ര ദൂരയാത്രയിൽ എത്ര ആയത്ത് ഓതാൻ പറ്റും, എത്ര ആയത്ത് ഓതുന്ന സമയമാണ് ഈ രണ്ട് സംഗതികൾക്കിടയിൽ ഉണ്ടാവുക, ഇവിടുന്ന് ഇന്ന സ്ഥലത്തേക്ക് എത്തുമ്പോ പരിശുദ്ധ ഖുർആന്റെ എത്ര ഭാഗം, ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയും പരിശുദ്ധ ഖുർആനുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായിരുന്നു സഹാബത്തിന്റെ ജീവിതം മുഴുവൻ. എന്ന് മാത്രമല്ല കേട്ടോ, അവർക്ക് ഖുർആനോടുള്ള സ്നേഹം അചഞ്ചലമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരസ്യ പ്രബോധനത്തിന്റെ കൽപ്പന കിട്ടിയപ്പോ തന്റെ മുന്നിലിരിക്കുന്ന സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ആര് പരസ്യപ്പെടുത്തും പരിശുദ്ധ ഖുർആൻ? അതിൽ ആദ്യ കൈവക്കിയത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തറവാടില്ലാത്ത ഒരാളാണ്, അടിമയുടെ പുത്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് തന്നെ. ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരു മനുഷ്യൻ, കാണാൻ സൗന്ദര്യം ഇല്ലാത്തൊരു മനുഷ്യൻ, ആരോഗ്യമില്ലാത്തൊരു മനുഷ്യൻ. റസൂല് പറഞ്ഞു, ഇബ്നു മസ്ഊദ് നീ അതിന് നിൽക്കരുത്. കാരണം ഒന്നാമത് മക്കക്കാരെ ആക്രമിക്കുമ്പോൾ അത് കൊള്ളാനുള്ള ആരോഗ്യം നിനക്കില്ല. 2, നിന്നെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആരും ചോദിക്കാൻ വരൂല എന്നുള്ള വസ്തുത അവരുടെ അക്രമത്തിന്റെ ആക്കം കൂട്ടും, ശക്തി കൂട്ടും. അതുകൊണ്ട് താങ്കൾ അതിന് നിൽക്കരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഇബ്നു മസ്ഊദ് പ്രവാചകനോട് യാചിക്കാണ്, എനിക്ക് ആ അവസരം തരണം, ഖുർആൻ ഉറക്കെ വെളിപ്പെടുത്താനുള്ള അവസരം എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാചിക്കാൻ അവസാനം അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഈ പരിശുദ്ധ ഖുർആൻ പരസ്യപ്പെടുത്താനുള്ള അനുവാദം കൊടുത്തപ്പോ അദ്ദേഹം പോവാൻ കാബാലയത്തിന്റെ പരിസരത്തേക്കാണ് പോകുന്നത്. കാബാല എന്ന് പറഞ്ഞാൽ അന്നത്തെ ഹിംസാ ജന്തുക്കൾ മുഴുവൻ ഒരുമിച്ച് കൂടുന്ന സ്ഥലം. അബൂജഹൽ, മുത്തുബത്തും ഷൈബത്തും അർക്കമിന്റെ വീട്ടിൽ പ്രബോധനം നടക്കുന്ന സമയമാണിത്. എല്ലാ കൊടികുത്തിയ ശത്രുക്കളും ഇസ്ലാമിന്റെ ഖുർആന്റെ ശത്രുക്കളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം. ബദർ കഴിഞ്ഞിട്ടാണല്ലോ കുറെ എണ്ണം ഇല്ലാണ്ടാവുന്നത്. എല്ലാം ജീവിച്ചിരിക്കുന്ന കാലം. ആ കാലഘട്ടത്തിലാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആന്റെ വചനവുമായി കാബാലയത്തിന്റെ അടുത്തേക്ക് പോകുന്നത്. അദ്ദേഹം കാബ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോ ഇബ്നു മസ്ഊദിനെ കുറിച്ച് പറയുന്നത് ആൾക്കൂട്ടത്തിൽ അദ്ദേഹം നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കാണൂല, കുറുന്നിട്ടാണ്.
ചെറിയ മനുഷ്യനാണ്, മെല്ലിച്ച മനുഷ്യനാണ്, ആരും അദ്ദേഹത്തെ കണ്ടാൽ തന്നെ ആരും ശ്രദ്ധിക്കൂല. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യൻ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ എന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഓതാൻ തുടങ്ങിയപ്പോ അവിടെയുള്ള കലപില ശബ്ദങ്ങൾ മുഴുവനും നിലച്ചു, അവിടെയുള്ള സംസാര ശബ്ദങ്ങൾ മുഴുവനും നിലച്ചു. എല്ലാവരും കാതുകൂർപ്പിച്ച് ഇബ്നു മസ്ഊദിന്റെ ശബ്ദത്തിലേക്ക്, അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടല്ല, അദ്ദേഹത്തിനുള്ള വ്യക്തിത്വം കൊണ്ടോ അദ്ദേഹത്തിന്റെ പണത്തിന്റെ ഊക്ക് കൊണ്ടോ അല്ല, മറിച്ച് അദ്ദേഹം പറയുന്ന വചനങ്ങൾ അത്രമാത്രം ഇറസിസ്റ്റിബിൾ ആയിരുന്നു അവർക്ക്. അവരതെങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഏതോ ഒരുത്തം പറഞ്ഞു, ഇത് മുഹമ്മദിന്റെ ഖുർആനാണ് കേട്ടോ, ഈവൻ പാരായണം ചെയ്യുന്നത് മുഹമ്മദിന്റെ ഖുർആനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കേൾക്കേണ്ട താമസം പിന്നീട് ആക്രോശത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്, അട്ടഹാസത്തിന്റെ ശബ്ദമാണ് കേൾക്കുന്നത്. ആ കഅബാലയത്തിന്റെ ചുറ്റിലും ഉണ്ടായിരുന്ന ഖുർആനിന്റെ കൊടിയ ശത്രുക്കൾ മുഴുവൻ ഈ പാവം മനുഷ്യന്റെ നെഞ്ചിന്റെ മുകളിൽ കയറി നിന്നു. ചിലവർ ചാടി വന്നു, ചവിട്ടാൻ തുടങ്ങി, തൊഴിക്കാൻ തുടങ്ങി, ഇടിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ ഒരു ഇടി കൊള്ളാൻ പോലും ശേഷിയില്ലാത്ത ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ആവർത്തിച്ചുള്ള മർദ്ദനങ്ങൾ കേട്ടിട്ടും അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടേയിരുന്നു. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങൾ ആ രംഗം മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ. ശക്തരായ കുറെ മനുഷ്യന്മാർ ദുർബലനായ ഒരു മനുഷ്യന്റെ മേലെ പൊതിഞ്ഞു നിന്നിട്ട് ആക്രമിക്കാൻ, അവരെ തെറി വിളിക്കാൻ, അവരെ ആക്രോശിക്കാൻ, അട്ടഹസിക്കാൻ, ആ ആക്രോശത്തിന്റെയും ആ അട്ടഹാസത്തിന്റെയും ആ ഇടിയുടെയും തൊഴിയുടെയും എല്ലാം ശബ്ദത്തിന്റെ ഇടയിൽ ഈ ദുർബലനും ബലഹീനനുമായ മനുഷ്യൻ ഉറക്കെ വിളിച്ച് ഓതാണ് ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏതേത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾ നിഷേധിച്ചു തള്ളുന്നത്, ഏതേത് അനുഗ്രഹങ്ങളാണ് നിങ്ങൾ കളവാക്കുന്നത് എന്ന് ഈ ദുർബലനായ മനുഷ്യന്റെ നേർത്ത ശബ്ദം പ്രിയപ്പെട്ടവരെ ആൾക്കൂട്ടത്തിന്റെ അട്ടഹാസങ്ങൾക്കിടയിലൂടെ ഉയർന്നുകൊണ്ടിരിക്കാണ്. ബോധം പോകുന്നത് വരെ അദ്ദേഹം പാരായണം ചെയ്തു. ബോധം പോകുന്നത് വരെ ഏതോ ചില നല്ല മനുഷ്യർ ഇടപെട്ട് ആൾക്കൂട്ടത്തെ മാറ്റി ആ പാവം മനുഷ്യനെ ചേർത്ത് പിടിച്ച് ആൾക്കൂട്ടത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി സഹാബത്തിന്റെ അടുത്തെത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ മുഖം കഴുകി, അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. ബോധം വന്നപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുന്നത് എന്താ അറിയോ? റസൂലെ, എനിക്കൊരവസരം കൂടി തരുമോ എന്നുള്ളതാണ്. എനിക്കൊരവസരം കൂടി തരോ, ഞാൻ ഒരു വട്ടം കൂടി പോട്ടെ. എന്നിട്ട് ഞാൻ ഒരു വട്ടം ആലോചിച്ചു, എന്തുകൊണ്ടാണ്? ശരീരത്തെ അടി കിട്ടുമ്പോ വേദന ഇല്ലാത്തതുകൊണ്ടല്ല പ്രിയപ്പെട്ടവരെ. ഇടിയും അടിയും തൊഴിയും മർദ്ദനവും കിട്ടുമ്പോ വേദന ഇല്ലാത്തതുകൊണ്ടല്ല. ആ വേദനകൾക്കപ്പുറത്ത് ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഒരാളെ കേൾപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടല്ലോ, ഒരാളെയെങ്കിലും ഒരാളെ കേൾപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്ന ചിന്തയാണ് ആ ഖുർആനിന്റെ പ്രബോധകരാവാനുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ ഇതിന് പ്രേരിപ്പിച്ചത്. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് പോയി. എന്താന്നുള്ളത് അന്ന് അഹ്കാമുകളൊന്നും അവതരിച്ചിട്ടില്ല. പരിശുദ്ധ ഖുർആനിലെ ഗഹനമായി ചിന്തിക്കപ്പെടുന്ന അഹ്കാമുകളൊന്നും അവതരിക്കാത്തൊരു കാലഘട്ടത്തിലാണ് മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രബോധനം ചെയ്യാൻ പോകാൻ പറയുന്നത്. ആ മദീനയിൽ രണ്ടാം അഖബ ഉടമ്പടിയിൽ തന്റെ കൂടെ ഉണ്ടായിരുന്ന 70 ചില്ലാനം ആളുകളുടെ കൂടെ മിസ്അബ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഏതാനും ചില ആയത്തുകൾ, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ മാത്രമാണ്. ഈ വചനങ്ങളുമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം പോയി ഓരോ ഗോത്രത്തലവന്മാരെ കണ്ടു. അദ്ദേഹം മദീനയുടെ മണ്ണ് ഇളക്കി മറിച്ചു. ഒരു സംഭവം പറയുന്നത്, അദ്ദേഹം ഇതുപോലെ പ്രബോധനം നടത്തുന്ന സമയം ഉസൈർ എന്ന് പറയുന്ന ഒരു ഗോത്രത്തലവൻ അദ്ദേഹം മിസ്അബിനെ തേടി വന്നു. മിസ്അബ് റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കായിരുന്നു. ഉസൈർ ഇങ്ങനെ തേടി വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ച് ഞാൻ കേട്ടു. നിങ്ങൾ ഈ ഗോത്രങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഭിന്നിപ്പും ഉണ്ടാക്കാൻ നടക്കുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അവസാനിപ്പിച്ചു, അതാണ് നല്ലത്. ഇവിടുന്ന് മര്യാദയ്ക്ക് വണ്ടി വിട്ടിട്ടില്ലെങ്കിൽ വിവരം അറിയും, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ കഴിയൂല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. മിസ്അബ് റളിയല്ലാഹു അൻഹു ഉസൈദിന്റെ നെഞ്ചത്ത് കൈവച്ചു. ഉസൈദിന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് ഉസൈദിനോട് പറഞ്ഞു, ശരി, ഞാൻ നിർത്തിക്കോളാം, ഞാൻ എന്റെ ഈ പ്രവർത്തനം അവസാനിച്ചു പോകാം. പക്ഷെ ഞാൻ എന്താണ് ജനങ്ങളോട് പറയുന്നത് എന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിച്ചൂടെ? എന്നിട്ടത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഞാനത് നിർത്താം, ഞാനത് ഒഴിവാക്കാം എന്ന് മിസ്അബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഉസൈദിന് അതൊരു ന്യായമായിട്ട് തോന്നി. പലപ്പോഴും പ്രതികരിക്കുന്ന ആളുകൾ നിഷ്കളങ്കരായിരിക്കും. പലപ്പോഴും ഏത് വിഷയത്തിലും പ്രതികരിക്കുന്ന ആളുകൾ നിഷ്കളങ്കരായിരിക്കും. ആ പ്രതികരണത്തിന്റെ രൂക്ഷത എത്രത്തോളം കൂടുന്നു അത്രത്തോളം ആ മനുഷ്യൻ നിഷ്കളങ്കനായിരിക്കും. ഉസൈദിന് തോന്നി, ഇയാൾ പറഞ്ഞത് കാര്യമാണ്, ഇയാൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാലോ, എന്നിട്ട് മതിയല്ലോ. അങ്ങനെ മിസ്അബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങി.
പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ കൈകൾ ഉസൈദിന്റെ നെഞ്ചത്ത് തന്നെ ഉണ്ട്. പാരായണം ചെയ്ത് കുറച്ചങ്ങോട്ട് എത്തിയപ്പോ മിസ്ബർ റളിയല്ലാഹുവിന്റെ കൈ ഉസൈദ് ചേർത്ത് പിടിച്ചു. ആ കൈകൾ പിടിച്ചു, ആ കൈകൾ മുറുക്കി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദര, ഇതാണോ നിങ്ങൾ പറയുന്നത്? ഇതാണോ നിങ്ങൾ ജനങ്ങളോട് സംസാരിക്കുന്നത്? എങ്കിൽ നിങ്ങൾ ഇത് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ഒരിക്കലും ഇത് നിർത്തരുത്. ഞാൻ നിങ്ങളുടെ കൂടെ കൂടാൻ പോവാണ്. ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ വെച്ച് ഉസൈദ് റളിയല്ലാഹു അവിടെ വെച്ചാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആന്റെ ഏതാനും വചനങ്ങൾ അവിടെ വെച്ച് ഇസ്ലാം സ്വീകരിക്കാൻ. എന്നിട്ട് ഉസൈദ് റളിയല്ലാഹു അൻഹു മിസ്ബർ റളിയല്ലാഹുവിന്റെ കൈ പിടിക്കാൻ ഒരാളെ ഞാൻ കാണിച്ചുതരാം. അദ്ദേഹത്തിന് ഈ ഒരു സന്ദേശം മനസ്സിലായ വലിയ കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചിട്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് പോവാൻ. സഅദ് റളിയല്ലാഹു പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേൾക്കുന്നു. അദ്ദേഹവും ഇസ്ലാം സ്വീകരിക്കാൻ. ഈ സഅദ് റളിയല്ലാഹു അൻഹു ആണ് പിന്നീട് ബദർ യുദ്ധത്തിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോട് അഭിപ്രായം ചോദിച്ചപ്പോ, യാ റസൂലല്ലാഹ്, ആർത്തലക്കുന്ന കടലിന്റെ തിരമാലയിലേക്ക് അങ്ങ് ഞങ്ങളെ നയിച്ചാൽ ഒരു മടിയും കൂടാതെ അങ്ങയുടെ കൂടെ ഞങ്ങൾ വരും. ബർക്കുൽ ഹിമാദിലേക്ക് അങ്ങയെ ഞങ്ങൾ നയിച്ചാൽ അങ്ങയുടെ കൂടെ ഞങ്ങൾ ഒരു മടിയും കൂടാതെ വരുമെന്ന് പ്രഖ്യാപിച്ച മനുഷ്യനാണ്, സ്വഹാബിയാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലേക്ക് വിശ്വാസത്തിന്റെ ആ ഒരു മൊട്ടിട്ട് കൊടുത്തത് മിസ്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പാരായണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഓരോ സഹാബത്തിന്റെയും ജീവിതത്തിൽ അവരെ ഈ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്, മഹാരഥന്മാരായ മനുഷ്യരാക്കി അവരെ മാറ്റിയത് പരിശുദ്ധ ഖുർആനിന്റെ 1-2 വചനങ്ങളാണ്. ആ വചനങ്ങൾ അവരോട് സംസാരിച്ചു എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും ഖുർആനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും വർഷങ്ങളായി ഞാൻ പറയാറുള്ള ഒരു സംഭവമുണ്ട്. എപ്പോഴും ഞാൻ പറയാറുണ്ട്. ചിലപ്പോൾ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ ഫാറൂഖ് പറഞ്ഞിരുന്നു. ചിലപ്പോൾ പറഞ്ഞത് തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം എന്റെ ജീവിതത്തിൽ അത്രത്തോളം സ്വാധീനം ചെലുത്തിയ ഒരു സംഭവമാണ്. നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും വേറെ ആരെങ്കിലും അടുത്തുന്നത് കേട്ടിട്ടുണ്ടാവും. ഈ സംഭവം അത്യാവശ്യം ഫേമസ് ആണ്. ഗൾഫിൽ ജോലി ചെയ്യുന്ന വളരെ നല്ല ടാലന്റഡ് ആയ ഒരു മനുഷ്യൻ, ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനികൾക്ക് വേണ്ടി കൺസൾട്ടന്റായി ജോലി ചെയ്യുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ, അദ്ദേഹം ഒരു അമുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരെയാണ്. കരകയറാനാവാത്ത പ്രതിസന്ധി. അങ്ങനെയാണല്ലോ ചില പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാൽ, വലത്തോട്ട് നോക്കിയാൽ ഒരു രക്ഷ ഉണ്ടാവില്ല, ഇടത്തോട്ട് നോക്കിയാൽ രക്ഷ ഉണ്ടാവില്ല, മുന്നിലേക്ക് നോക്കിയാൽ രക്ഷ ഉണ്ടാവില്ല, പിന്നിലേക്ക് നോക്കിയാൽ രക്ഷ ഉണ്ടാവില്ല. ഒരു വഴിയും നമ്മുടെ മുന്നിൽ കാണൂല. അങ്ങനെയുള്ള സമയത്താണ് ഈമാനില്ലാത്ത മനുഷ്യന്മാർ ആത്മഹത്യ ചെയ്യുക. ഈമാനില്ലാത്ത മനുഷ്യന് ഒറ്റ വഴിയേ ഉള്ളൂ, മേലേക്ക് പോവുക. വലത്തോട്ടും പോകാൻ കഴിയില്ല, ഇടത്തോട്ടും പോകാൻ കഴിയില്ല, മുന്നോട്ടും പോകാൻ കഴിയില്ല, പിന്നോട്ടും പോകാൻ കഴിയില്ല, പിന്നെ അങ്ങോട്ട് പോകുക, മേലോട്ട് പോകുക, അല്ലെങ്കിൽ താഴോട്ട് പോവുക. ഇതേ രക്ഷ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. അതേപോലെ ഈ മനുഷ്യൻ തീരുമാനിച്ചു ആത്മഹത്യ ചെയ്യാൻ. പക്ഷെ അദ്ദേഹം ഒരു കാര്യം കൂടി തീരുമാനിച്ചു, ഒറ്റക്ക് മരിക്കൂല. അങ്ങനെ അദ്ദേഹം ഭാര്യയോട് ചർച്ച ചെയ്തു, എന്താ നമുക്ക് ചെയ്യാം, നമുക്ക് മരിക്കാം, ഒരുമിച്ച് മരിക്കാം, ഞാനില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഭാര്യ പറഞ്ഞു, ഒരിക്കലും പറ്റൂല. നമ്മൾ രണ്ടുപേരും ഇല്ലാതെ നമ്മുടെ ചെറിയ 2 പെൺമക്കൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. അവരിട്ട് ഫുട്ബോൾ തട്ടും കുടുംബക്കാർ, ഒരിക്കലും പറ്റൂല. നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് അങ്ങോട്ട് ജീവിതം അവസാനിപ്പിക്കാം. എന്താണ് അതിന് വഴി? തൂങ്ങി മരിക്കാൻ കഴിയില്ല. ചെറിയ മക്കൾ തൂങ്ങി മരിക്കുന്നത് കണ്ടു നിൽക്കാനുള്ള അവസ്ഥ നമുക്കില്ല, അതിന് കഴിയൂല എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് വഴി? നമുക്ക് 4 പേർക്കും ഒരുമിച്ച് എന്ത് ചെയ്യാം? വിഷം കഴിക്കാം. ആ വിഷം കഴിച്ചിട്ട് നമുക്ക് 4 പേർക്കും ഒരുമിച്ച് രാത്രി കിടന്നുറങ്ങാം. രാവിലെ പിന്നെ ആരും എഴുന്നേൽക്കൂല. 4 പേരും ഒരേ കട്ടിൽ അങ്ങോട്ട്. അങ്ങനെ അവര് രാത്രി കഴിക്കാനുള്ള ഭക്ഷണത്തിൽ വിഷം ചേർത്തു, വിഷം കലർത്തി. അങ്ങനെ അത് കഴിക്കാനുള്ള സമയം, അത്താഴം കഴിക്കാനുള്ള സമയം, ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കുട്ടികൾ അപ്പുറത്ത് കളിച്ചുകൊണ്ടിരിക്കാൻ, പഠിച്ചുകൊണ്ടിരിക്കാൻ. ആ കുട്ടികൾ അറിയുന്നില്ല തങ്ങൾക്കുള്ള വിഷം കലർത്തിയ അത്താഴം റെഡിയായിട്ടാണ്. ആ കുട്ടികൾ അറിയുന്നില്ല. ആ കുട്ടികളുടെ കാര്യം ആലോചിച്ച് ഇയാളുടെ മനസ്സിൽ ഭയങ്കര ടെൻഷനും പ്രയാസവും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കുട്ടികളെ കൊല്ലുക? നമ്മൾ രണ്ടുപേരും ജീവിതത്തിന്റെ ആസ്വാദനങ്ങളൊക്കെ കഴിഞ്ഞു, ഒരുവിധം ആസ്വാദനങ്ങളൊക്കെ കഴിഞ്ഞു. കുട്ടികള്, പറക്കമുറ്റാത്ത മക്കൾ, അവരൊന്നും അറിഞ്ഞിട്ടില്ല, ജീവിതം എന്താണെന്ന് മനസ്സിലായിട്ട് പോലും ഇല്ല. അയാളുടെ മനസ്സിൽ ഇങ്ങനെ ബേജാറും പ്രയാസവും അങ്ങനെ ഉണ്ടല്ലോ. ബേജാറായി കഴിഞ്ഞാൽ ഓരോ മനുഷ്യന്മാരും ഓരോന്നാ ചെയ്യുക. ചില മനുഷ്യന്മാർ നല്ലോണം ഭക്ഷണം കഴിക്കും, ചില മനുഷ്യന്മാർ കിടന്നങ്ങോട്ട് ഉറങ്ങും, ചില മനുഷ്യന്മാർ തെക്ക് വടക്ക് അങ്ങനെ നടക്കും. ഇതാണ് ഓരോരുത്തരും ഓരോന്നാണ് ചെയ്യുക. പ്രയാസം വന്നു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ തന്നെ സിറ്റിംഗ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക, കുറെ നേരം ചെയറിൽ ഇരിക്കാൻ വിടും. അദ്ദേഹം തന്നെ പങ്കുവെക്കുന്ന അനുഭവമാണ്. അങ്ങനെ അവസാനം ആ മനുഷ്യൻ തന്റെ ഇരിപ്പിടത്തിലിരുന്നു. ആ ചിന്തകളുടെ ഭാരം താങ്ങാനാവാതെ ആ മനുഷ്യൻ ആ ഇരിപ്പിടത്തിലിരുന്നപ്പോ തന്റെ ഷെൽഫിലേക്ക് വെറുതെ ഒന്ന് നോക്കിയതാണ്. ആ ഷെൽഫിൽ ഒരു പുസ്തകത്തിലേക്ക് അയാളുടെ കണ്ണുകൾ ഉടക്കി, ഒരു ഗ്രന്ഥത്തിലേക്ക് അയാളുടെ കണ്ണുകൾ ഉടക്കി. ആ ഗ്രന്ഥം പരിശുദ്ധ ഖുർആനാണ്. അതെങ്ങനെ ആ ഷെൽഫിൽ എത്തിയെന്ന് പോലെ അയാൾക്ക് ഓർമ്മയില്ല.
ആരാണ് അയാൾക്ക് ഖുർആൻ കൊടുത്തതെന്ന് പോലും അയാൾക്ക് ഓർമ്മയില്ല. പക്ഷെ അയാൾ ആ ഇരിപ്പിടത്തിന് എഴുന്നേറ്റു. എന്തോ അയാൾക്കൊരു ഉൾവിളി. അയാൾ ആ പരിശുദ്ധ ഖുർആൻ എടുത്തു. ഖുർആൻ എടുത്ത് അയാൾ വീണ്ടും ചെയറിലേക്ക് വന്നു. ഖുർആൻ ഇങ്ങനെ തുറന്നപ്പോ നേരെ കാണുന്നത് വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും. ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നാളരുത്, ഞാനാണ് അവർക്കും നിങ്ങൾക്കും ഭക്ഷണം. നേരെ കിട്ടുന്നത് അതാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതൊക്കെ ഉണ്ടാവോ? സഹോദരങ്ങളെ, അങ്ങനെ ഉണ്ടാവും. പരിശുദ്ധ ഖുർആൻ എനിക്ക് മിമ്പർന്ന് പലപ്പോഴും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരു അനുഭവം പറയാം. ഒരിടെ ഞാനൊരു വിഷയം തയ്യാറാക്കി, ഖുതുബ പറയാം. വിഷയം തയ്യാറാക്കി, ഹദീസ് നോട്ട് ചെയ്തു, ചരിത്രം നോട്ട് ചെയ്തു, അതിനാവശ്യമായ സംഗതികളൊക്കെ നോട്ട് ചെയ്തു. പ്രധാനപ്പെട്ടൊരു കാര്യം മറന്നു, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം മറന്നു. ഖുർആൻ ആയത്ത് നോട്ട് ചെയ്തില്ല. അത് ഭയങ്കര ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. പക്ഷെ എന്തോ ഖുർആൻ ആയത്ത് നോട്ട് ചെയ്യാൻ ഞാൻ മറന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഖുതുബയുടെ തുടക്കത്തിൽ ഓതേണ്ട ആ ആയത്ത് നോട്ട് ചെയ്യാൻ മറന്നു. അങ്ങനെ മിമ്പറിൽ കയറി. ഇത് ഓർമ്മ വരുന്നത് സലാം പറഞ്ഞിരുന്നിട്ട് മുഅദ്ദിൻ ഹയ്യാൽ അൽ ഫലാ പറയുമ്പോഴാണ് ഈ സംഗതി ഓർമ്മ വരുന്നത്. പടച്ചോൻ എന്ത് ചെയ്യും? എന്താണ് പരിഹാരം? ഞാൻ വെറുതെ ഖുർആൻ എടുത്തു. ഖുർആൻ എടുത്ത് ആ ഖുർആൻ ഇങ്ങനെ തുറന്നപ്പോ സത്യത്തിന് എനിക്ക് രോമം എഴുന്നേറ്റുന്നു പോയി. ആ വിഷയത്തിൽ എന്റെ മനസ്സിൽ എവിടെയും ഓർമ്മയില്ലാതിരുന്ന ആ വിഷയം, അതേ വിഷയം ഖുർആനിന്റെ അതേ പേജിൽ സംഗതി എത്തി. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അനുഭവമായിരുന്നത്. അതിനുശേഷവും അതുപോലുള്ള അനുഭവങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊന്നും അസംഭവ്യമല്ല, സംഭവിക്കാം. ഖുർആനുമായി ബന്ധപ്പെട്ട് സംഭവിക്കാവുന്നതാണ്. ഈ മനുഷ്യനും അതാണ് സംഭവിച്ചത്. തുറന്നപ്പോ അദ്ദേഹം കാണുന്നത് വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും. നിങ്ങളുടെ കുട്ടികളെ ദാരിദ്ര്യം ഭയന്ന് കൊന്നുകളയരുത്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് അയാൾക്ക് ചെയ്യാൻ സാധിക്കുക? അയാൾ തൊട്ടപ്പുറത്ത് ചെയ്യാൻ പോകുന്ന ഒരു സംഗതിയെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ച പോലെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ മതിക്കുന്ന ഓരോ സംശയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഖുർആൻ അടുത്തടുത്ത ആയത്തിൽ മറുപടി പറഞ്ഞു കൊടുത്ത പോലെ ഈ മനുഷ്യന്റെ മനസ്സിനെ മതിക്കുന്ന ഒരു വേവലാതിക്കുള്ള പരിഹാരം എന്താ ഖുർആൻ പറഞ്ഞു കൊടുക്കുകയാണ്. കൊല്ലരുത്, അതാണ് അതിന്റെ പരിഹാരം. ചെയ്യരുത്, അതാണ് അതിന്റെ പരിഹാരം. ഈ മനുഷ്യനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഖുർആൻ അവിടെ തൽക്കാലം അടച്ചു വെച്ചിട്ട് നേരെ ഭാര്യയോട് പോയി പറഞ്ഞു, വിഷം കഴിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് നേരിടാമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ വിഷം കലർത്തിയ താഴം അതുപോലെ വേസ്റ്റ് കൊണ്ടുപോയിട്ടു. തിരിച്ച് നേരെ ഭാര്യയുടെ മക്കളുടെ അടുത്തേക്കല്ല വന്ന്, തിരിച്ച് നേരെ സിറ്റിംഗ് റൂമിലേക്ക് വന്നു. ഖുർആൻ വായിക്കാൻ തുടങ്ങി. ഓരോ വചനങ്ങളും അയാളെ സ്വാധീനിച്ചു. ഓരോ വചനങ്ങളും മരണത്തിന്റെ വക്കിലായിരുന്ന തന്നെയും തന്റെ കുടുംബത്തെയും ആത്മഹത്യ എന്ന വലിയ വിഡ്ഢിത്തത്തിൽ നിന്ന് കൈപിടിച്ചു കയറ്റിയ ആ ഗ്രന്ഥത്തോട് അയാൾക്ക് എന്തെന്നില്ലാത്ത അഭിനിവേശം തോന്നി, എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി. അയാൾ വായിക്കാൻ തുടങ്ങി. ഓരോ വചനങ്ങളും അയാളെ കരയിപ്പിച്ചുകൊണ്ടേയിരുന്നു. എപ്പോഴോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലി അയാൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ ഈ സംഭവം കേൾക്കുന്നത് ആന്തമാനിൽ ഒരു പ്രോഗ്രാം ഉണ്ടായപ്പോ ആ പ്രോഗ്രാമിൽ വെച്ച് എം അക്ബർ സാഹിബ് പറഞ്ഞൊരു സംഭവമായിട്ട്. അത് കേട്ടതിന് ശേഷം, അത് കേട്ടിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. അത് കേട്ടതിന് ശേഷം എല്ലാ ഖുർആനെ കുറിച്ച് പറയുന്ന എല്ലാ വേദികളിലും ഞാനിത് പങ്കുവെക്കാറുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഹൃദയങ്ങളോട് സംസാരിക്കും. പരിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകും. എത്രയോ ആളുകൾക്ക് നൽകിയിട്ടുണ്ട്, എത്രയോ മനുഷ്യന്മാർക്ക് നൽകിയിട്ടുണ്ട്. ഞാന് മട്ടന്നൂർ എയർപോർട്ട് പള്ളിയിൽ ഒരൊട്ട ഖുതുബ പറഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഖുതുബ പറഞ്ഞ് താഴേക്ക് ഇറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ, ആ ആയത്ത് ഏതാണെന്ന് ഞാൻ മറന്നുപോയിട്ടോ, ആയത്ത് ഏതാണെന്ന് ഞാൻ മറന്നിട്ടുണ്ട്. ആ ചെറുപ്പക്കാരന് ഖുതുബ കഴിഞ്ഞിട്ട് എന്റെ കൈ പിടിച്ചിട്ട് അവൻ കരയാണ്. എന്നിട്ട് അവൻ പറയാണ്, മാസങ്ങളായി എന്റെ മനസ്സിൽ കുറെ സംശയങ്ങളായിരുന്നു, ഒരുപാട് സംശയങ്ങളായിരുന്നു. ഇന്ന് എന്നെ പഠിച്ചവനോട് എത്തിച്ചതാണ്. ഓനെന്തോ റൂട്ടിലെ സെയിൽസ്മാൻ ആണ്. അപ്പൊ യാദൃശികമായിട്ട് പള്ളിയിലേക്ക് കയറിയതാണ്. ഇന്നെന്തോ പഠിച്ചവൻ എന്നെ ഇവിടെ എത്തിച്ചതാണ്. നിങ്ങളുടെ ഇന്നത്തെ വിഷയം എന്റെ സംശയത്തെ മുഴുവനും ഇല്ലാതാക്കി കളഞ്ഞു. ആ ആയത്ത് ഏതാണ്? സൂറത്തുൽ ഹദീദിലെ ആയത്താണ്. അത് ഇതുമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ എന്താണ് ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയം? ഒരു യുക്തിവാദത്തിലേക്ക് പോകുന്ന സംശയത്തിന് ഇതിലെവിടെയാണ് മറുപടി നമ്മൾ ചിന്തിച്ചാൽ അറിയില്ല. പക്ഷെ ആ യുവാവിന്റെ സംശയ ദൂരീകരണത്തിന് ആ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ പ്രാപ്തമായിരുന്നു. കണ്ണീരോട് അവൻ പറഞ്ഞു, എന്റെ സംശയങ്ങൾ തീർന്നു. ഇങ്ങനെ എത്ര അനുഭവങ്ങൾ മനുഷ്യന്മാർക്ക് ഉണ്ടായിട്ടുണ്ടെന്നറിയാം പ്രിയപ്പെട്ടത്. ഒരു പെൺകുട്ടി, അവളുടെ ഡിപ്രഷൻ, ആ ഡിപ്രഷൻ മുഴുവനും ഇല്ലാതാവാൻ പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തക്കാസുറാണ് കാരണം എന്ന് പറഞ്ഞത്. സൂറത്തു തക്കാസുർ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമുൻ സുമ്മ കല്ലാ സൗഫ തഅലമുൻ. ഇതിലെന്തോ ഡിപ്രഷനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? വിഷാദ രോഗത്തെ കുറിച്ച് ഈ അധ്യായത്തിൽ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ ഈ അധ്യായം പാരായണം ചെയ്തതോടുകൂടി
ആ അധ്യായം ഹൃദയത്തോട് പലതും സംസാരിക്കുകയും മനസ്സിൽ നിന്ന് ഡിപ്രഷൻ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നതാണ്. എന്ന് കരുതി ഡിപ്രഷനുള്ള ആളുകൾക്ക് സൂറത്തു തക്കാസുർ ഓതി കൊടുക്കാന്നല്ല പറഞ്ഞത്. ഒരു ഡിപ്രഷനുള്ള ഒരു മനുഷ്യനോട് സൂറത്തു തക്കാസുറിലൂടെയാണ് അള്ളാഹു സംസാരിച്ചതെങ്കിൽ വേറെ മനുഷ്യനോട് വേറെ സൂറത്തിലൂടെയും വേറെ ആയത്തിലൂടെയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുക. ഓരോ വ്യക്തികളോടും വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആൻ സംസാരിക്കും. ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളോടും വ്യത്യസ്തമായി പരിശുദ്ധ ഖുർആൻ സംസാരിക്കും. ആ ഒരു ഖുർആനിന്റെ വെളിച്ചം നേടിയെടുക്കാനുള്ള ജുഹദ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം, ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. നമ്മൾ ഖുർആനുമായി എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഖുർആൻ നമ്മളുമായി ഓടിയെടുക്കും, ഖുർആൻ നമ്മോട് ചേർന്ന് നിൽക്കും, ഖുർആൻ നമ്മുടെ ഹൃദയത്തോട് പറ്റി നിൽക്കും. നമുക്ക് ജീവിതത്തിൽ എല്ലാത്തിനുമുള്ള പരിഹാരം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിന്റെ വസന്തമായി, നമ്മുടെ നെഞ്ചിന്റെ നൂറായി, പ്രകാശമായി പരിശുദ്ധ ഖുർആനിനെ തരുമാറാകട്ടെ. ആ പരിശുദ്ധ ഖുർആന്റെ അനുയായികളും വക്താക്കളും പ്രചാരകരും പ്രബോധകരുമായി ജീവിച്ചു മരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.